ഹലോ ഫ്രണ്ട്സ്, ക്രിയേച്ചർ എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബിയർഡഡ് ഡ്രാഗനെ കുറിച്ചാണ്. ചെറിയ തലയുള്ള വലിയ കണ്ണുകളും കഴുത്തിനോട് ചേർന്ന താടിയുമുള്ള ഒരു സുന്ദരൻ എക്സോട്ടിക് പെറ്റാണ് ബിയർഡഡ് ഡ്രാഗൺ. ബിയർഡഡ് ഡ്രാഗൺ എന്നത് ഒരു തരത്തിലുള്ള ലിസാർഡാണ്. ഇവയ്ക്ക് കഴുത്തിന് താഴെ ഒരു താടി പോലെ തവിട്ട് അല്ലെങ്കിൽ കറുത്ത തൂവൽ പോലെയുള്ള ഭാഗമുണ്ട്. ഇതാണ് ഇവയുടെ പ്രധാന സവിശേഷത. ഇവയ്ക്ക് പേര് ലഭിച്ചതും അതുകൊണ്ട് തന്നെയാണ്. പൊഗോണ വിറ്റിസെപ്സ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. ഓസ്ട്രേലിയയിലെ വരണ്ട മരുഭൂമി പ്രദേശങ്ങളാണ് ഇവയുടെ വാസസ്ഥലം. മരുഭൂമിയിൽ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയ ദേഹഘടനയും സ്വഭാവവുമാണ് ഇവയ്ക്ക്. ഇവയ്ക്ക് 40 മുതൽ 60 സെന്റിമീറ്റർ വരെ വലിപ്പമുണ്ടാകും. ഇവയുടെ കഴുത്തിനോട് ചേർന്ന് താടി പോലുള്ള ഭാഗം ഭീഷണി തോന്നുമ്പോഴും ആവേശം തോന്നുമ്പോഴുമെല്ലാം വീർത്തു കാണിക്കും. ഇത് ശത്രുക്കളെ ഭീഷണിപ്പെടുത്താനായും ഇവയുടെ നിലപാട് കാണിക്കാനായും ഉപയോഗിക്കുന്നു. ഇവയുടെ വാൽ ശരീരത്തെക്കാൾ വലുതാണ്. തവിട്ട്, മഞ്ഞ, ഓറഞ്ച്, കറുപ്പ് എന്നീ നിറങ്ങളിൽ ഇവയെ കാണപ്പെടുന്നു. ഇവയുടെ ജനറ്റിക് മോർഫ്, അതായത് ബ്രീഡിങ്ങിലൂടെ ഉണ്ടാകുന്ന വ്യത്യസ്ത രൂപങ്ങൾ അനുസരിച്ചാണ് ഇവയുടെ നിറങ്ങളിലും രൂപങ്ങളിലും വ്യത്യാസം കാണുന്നത്. ബിയർഡഡ് ഡ്രാഗൺ നല്ല കോപ്പറേറ്റീവ് ആൻഡ് കാമായ പെറ്റുകളാണ്. ഇവയെ ഇണക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. തലകുലുക്കൽ, കൈയിളക്കൽ തുടങ്ങിയ പെരുമാറ്റങ്ങളെല്ലാം ഇവയുടെ ആശയവിനിമയത്തിൽപ്പെട്ടതാണ്. ബിയർഡഡ് ഡ്രാഗൺ ഒംനിവോർ ആണ്, അതായത് സസ്യങ്ങളും മാംസങ്ങളും എല്ലാം കഴിക്കും. കീടങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവയുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടും. പലപ്പോഴും പഴങ്ങൾ വഴിയാണ് ഇവയ്ക്ക് വെള്ളം ലഭിക്കുന്നത്. ബിയർഡഡ് ഡ്രാഗനെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവയുടെ താമസ സൗകര്യം. ഇവയ്ക്ക് കൃത്യമായ ടാങ്ക് സെറ്റപ്പ് ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. കുറഞ്ഞത് 40 ഗാലൻ ശേഷിയുള്ള ഗ്ലാസ് ടെറാറിയം ഇവയ്ക്ക് ആവശ്യമാണ്. ഇവ വലിയ തോതിൽ ചുറ്റി നടക്കാൻ ഇഷ്ടമുള്ള ജീവികളാണ്. അതിനാൽ തന്നെ ഇവയുടെ കൂടിന് അത്യാവശ്യം സ്ഥലമുണ്ടാകണം. ഇവയുടെ നീളവും ചലനശേഷിയും കണക്കിലെടുത്ത് 60 ഗാലൻ വരെയുള്ള ടാങ്കുകളും ഉപയോഗിക്കാം. ബിയർഡഡ് ഡ്രാഗൺ മരുഭൂമിയിൽ ജീവിക്കുന്നവരാണ്. അതിനാൽ ചൂടും വെളിച്ചവും ഇവയ്ക്ക് അത്യാവശ്യമാണ്. UVB ലൈറ്റ് ഇവയുടെ കൂടുകളിൽ തീർച്ചയായും സ്ഥാപിക്കണം. ഇതാണ് കാൽഷ്യം ഇവയുടെ ശരീരത്തിൽ ലഭിക്കാൻ സഹായിക്കുന്നത്. ബാസ്കിംഗ് ലാമ്പ് ഉപയോഗിച്ച് ടാങ്കിന്റെ ഒരു ഭാഗം ചൂടാക്കി വെയിൽ പിടിക്കാനുള്ള സ്ഥലം ഒരുക്കണം. 35 ഡിഗ്രി സെൽഷ്യസ് മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ബാസ്കിംഗ് ഏരിയയിലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. കൂൾ ഏരിയയിൽ 25 ഡിഗ്രി മുതൽ 28 ഡിഗ്രി സെൽഷ്യസും വേണം. ഇവയുടെ കൂടുകളിൽ കയറാനും ഇരിക്കാനും ഒക്കെ പറ്റുന്ന വിധത്തിൽ റോക്സ്, ബ്രാഞ്ചസ് എന്നിവ സെറ്റ് ചെയ്യാം. ഹൈഡിംഗ് സ്പേസ് നൽകുന്നത് ഇവയ്ക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കും.
കൂടുകളിൽ വെള്ളം ലഭ്യമാക്കണം. വെളിച്ചവും ഊഷ്മാവും ശരിയായ വിധത്തിൽ ലഭിച്ചില്ലെങ്കിൽ ഇവയ്ക്ക് മെറ്റബോളിക് ബോൺ ഡിസീസ് ഉണ്ടാകാം. അതുപോലെ തന്നെ കാൽഷ്യം സപ്ലിമെന്റ് ഇവയ്ക്ക് നൽകണം. വായ തുറക്കാതെ ഇരിക്കുകയോ ഇനാക്റ്റീവായി ഇരിക്കുകയോ ചെയ്താൽ അത് ആരോഗ്യ പ്രശ്നത്തിൻ്റെ ലക്ഷണമാകാം. അതുപോലെ തന്നെ ചെറിയ മുറിവുകളിലൂടെ ഇവയ്ക്ക് ഇൻഫെക്ഷൻസ് ഈസിയായി വരാം. ബിയർഡ് ഡ്രാഗൺ വളർത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു പെറ്റല്ല. എന്നാൽ ഇവയ്ക്ക് കെയർ വളരെയധികം ആവശ്യമാണ്. ഇന്ത്യയിൽ ഇവയെ വളർത്തുന്നതിന് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ നിർബന്ധമാണ്. ഇവ കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല ഒരു പെറ്റ് കമ്പാനിയൻ ആകും. പക്ഷേ ആരോഗ്യം, ടാങ്ക് സെറ്റപ്പ്, ഭക്ഷണം എല്ലാം ശരിയായി നൽകിയാൽ മാത്രമേ ഇവ നീണ്ട നാൾ ജീവിക്കുകയുള്ളൂ. ശരിയായ പരിചരണത്തോടൊപ്പം 10 മുതൽ 12 വർഷം വരെ ഇവ ജീവിക്കും. ബിയർഡ് ഡ്രാഗന്റെ മേറ്റിംഗ് സീസൺ സാധാരണയായി ചൂടുള്ള കാലങ്ങളിലാണ്, പ്രത്യേകിച്ച് വസന്തകാലം മുതൽ വേനൽക്കാലം വരെ. ആൺ ബിയർഡ് ഡ്രാഗൺ പെണ്ണിനെ ആകർഷിക്കാനായി തലകുലുക്കൽ പോലുള്ള പെരുമാറ്റങ്ങൾ കാണിക്കും. പെൺ ബിയർഡ് ഡ്രാഗൺ മുട്ടയിടാനുള്ള സമയമാവുമ്പോൾ സുരക്ഷിതമായ സ്ഥലത്ത് ചെറിയ കുഴികൾ ഉണ്ടാക്കി അവിടെ മുട്ട വയ്ക്കും. സാധാരണയായി ഇവ 15 മുതൽ 25 വരെ മുട്ടകളിടും. മുട്ടകൾ ആഴത്തിൽ മണ്ണിൽ മറയ്ക്കുന്നതാണ് ഇവയുടെ സ്വഭാവം. മുട്ടകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തു വരാൻ ഏകദേശം 60 മുതൽ 80 ദിവസങ്ങളെടുക്കും. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പരിചരണം വേണം. ഭീഷണി സമയങ്ങളിൽ ഇവയുടെ താടി കറുപ്പായി ഉരുണ്ടും പുറത്തേക്ക് നീട്ടിയും കാണിക്കും. ഇത് മറ്റുള്ളവയെ ഭീഷണിപ്പെടുത്താനുള്ള മാർഗമാണ്. പക്ഷെ പെറ്റായി വളർത്തുമ്പോൾ ഇവ മാനസികമായി സുരക്ഷിതമാകുന്നതിനാൽ ഇത്തരം പ്രതികരണങ്ങൾ കുറവായിരിക്കും. വളരെ മനോഹരമായതും സമാധാനപ്രിയവുമായ ഒരു കൊച്ചു പെറ്റാണ് ബിയർഡ് ഡ്രാഗൺ എന്ന ജീവി. വളരെ കെയർ ചെയ്ത് വളർത്തിയാൽ കുഞ്ഞുങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന വളരെ ക്യൂട്ടായ ജീവികളാണിവ. ഇനിയും ഇത്തരത്തിലുള്ള എക്സോട്ടിക് ആനിമൽസിനെ കുറിച്ച് അറിയാനായി ക്രിയേച്ചർ എൻക്ലേവ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ.